90-ലധികം ഇനം പച്ചക്കറികളാണ് 44 വർഷക്കാലമായി രാജാക്കാട് സ്വദേശി കൃഷ്ണൻ നട്ടുപരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണുവാനും പഠിക്കുവാനുമായി നിരവധി ആളുകളാണ് മാതൃകാ കർഷകനായ കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് ദിനംപ്രതി എത്തുന്നത്. നെൽകൃഷി നഷ്ടത്തിലായതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ തുടങ്ങിയ കൃഷികൾക്കും പലപ്പോഴും വെല്ലുവിളിയാകുന്നു. ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷി കൃഷ്ണൻ പരീക്ഷിക്കുന്നത്. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി 56 ഇനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടുപരിപാലിക്കുന്നു. കൃഷി പരിപാലനത്തിനും ചിലവിനുമുള്ള പണം ഇടവിളകളിൽ നിന്നു ലഭിക്കും. അതുകൊണ്ട് തന്നെ വിലയിടിവ് നേരിടുന്ന സമയത്തും കൃഷ്ണന് കൃഷി ലാഭകരമാണ്. വാഴയ്ക്കിടവിളയായി കൂർക്ക, പയർ, ബീൻസ് എന്നിവയാണെങ്കിൽ പാവൽത്തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് ക്യാബേജും, ലെറ്റ്യൂസും, ചൈനീസ് ക്യാബേജും, ജമന്തിയും ഒക്കെയാണ്. ഇടുക്കി ജില്ലയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ. വൈറ്റ് കാബേജ്, ലെറ്റ്യൂസ് ഒന്നും ഇവിടെയില്ല. ഊട്ടി, കൊടൈക്കനാൽ ഉള്ള ഭാഗത്തു നിന്നാണ് ഇവിടെ ഇടുക്കിയിലേക്ക് വരുന്നത്. ചൈനീസ് കാബേജും അതിൽപ്പെട്ട ഒരു ഇനമാണ്. വെറൈറ്റി ഐറ്റങ്ങൾ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ജൈവ കൃഷിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജില്ലാ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്. 45 വർഷമായി കാർഷിക രംഗത്ത് ലാഭമില്ലാതെ ഒരു ജന്മം. കൃഷ്ണന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുള്ളത് ഭാര്യ രാധയാണ്. രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് 6 മണിക്കാണ് തിരികെ മടക്കം. വ്യത്യസ്തമായ കൃഷിരീതിക്കൊപ്പം കഠിനമായ പരിശ്രമം കൂടി വേണമെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇടവിള കൃഷി പരിപാലനത്തിലൂടെ കിട്ടുന്ന വിളവിൽ നിന്നും കൃഷി പരിപാലനത്തിലുള്ള മുഴുവൻ തുകയും കണ്ടെത്താനാകുമെന്നാണ് ഇവർ പറയുന്നത്. മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി ഇവർക്കൊപ്പം കൃഷിവകുപ്പും ചേരുന്നു. പണ്ട് പുസ്തകങ്ങളിലൊക്കെ വായിച്ചു കേട്ട മാത്രമേ ഉള്ളൂ. പക്ഷേ അതുപോലെ തന്നെ ഒരു കർഷകനാണ് കൃഷ്ണൻകുട്ടിച്ചേട്ടൻ. ഇപ്പോൾ തന്നെ ഇവിടെ 4000 വാഴയുണ്ട്. അതുപോലെ തന്നെ 2500 കാബേജ്, ചൈനീസ് കാബേജ് ഉണ്ട്. 1500 ലെറ്റ്യൂസ് ഉണ്ട്. 5 ഏക്കർ തന്നെ പച്ചക്കറി. ആ 5 ഏക്കർ പച്ചക്കറി ഇട്ടിട്ട് അതിന് ഈ പരുവം എത്തിക്കാൻ അഹോരാത്രം പണി ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു കൃഷിയിടം ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് വളരെ കഷ്ടപ്പെടും. അതുപോലെ ചേട്ടൻ്റെ വൈഫും ചേട്ടനോടൊപ്പം തന്നെ രാപകലില്ലാതെ അധ്വാനം. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഓരോരുത്തരും ഇവിടെ വന്നു നിന്ന് നമ്മുടെ കർഷകനാണെന്ന് ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയുന്നത്. കൃഷിവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും. അതുകൊണ്ട് തന്നെ വിഷവിമുക്തമായ മികച്ച പച്ചക്കറികൾ വിപണിയിലെത്തിക്കാനും ഈ കർഷകന് കഴിയുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.